അങ്ങനെ ഒരാൾ വിചാരിച്ചിട്ട് ഇത്രയാളെ മാസ്റ്റർ ടീച്ചർ നടത്തിക്കാൻ പറ്റുവാണെങ്കിൽ, ഇത്രയാളെ കടയടപ്പിക്കാൻ പറ്റുവാണെങ്കിൽ, ഇത്രയാളെ നമുക്ക് കൊല്ലാൻ പറ്റുവാണെങ്കിൽ, പണ്ടത്തെ ആൾക്കാർക്ക് ഒരു കുടുംബം നശിപ്പിക്കാൻ വലിയ പണിയായിരുന്നു. അപ്പോൾ പണ്ടത്തെ കൂടുതലാണ് ഇന്നത്തെ കൊറോണ. പണ്ടത്തെ ആൾക്കാർ വരുന്നത് പ്രാർത്ഥന ചെയ്ത് മന്ത്ര സിദ്ധി വരുത്തുക. എന്താ സിദ്ധി വരുത്തുക? പണ്ടത്തെ ആൾക്കാരെല്ലാം ചെയ്തിരുന്നത് എന്താ പറയുക, വിശ്വാസപ്രകാരമായിരുന്നു. ഒരു മെഡിസിൻ കഴിച്ചിരുന്നത് പോലും ദൈവത്തിനെ വിളിച്ചു വിശ്വാസങ്ങളും കാര്യങ്ങളും പ്രകാരമായിരുന്നു. സർ, ഈ കൂടോത്രം പലരും ചെയ്തു, പലർക്കും പല പണി കിട്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ കൂടോത്രം ചെയ്ത ഏക്കോ നശിക്കൂ ഒരു മനുഷ്യനൊക്കെ? കൂടോത്രം എന്ന് പറയുന്ന സംഗതികൾ ചെയ്താൽ നശിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നമ്മുടെ മന്ത്രവിധികളിൽ എല്ലാ ആൾക്കാരും പറയുന്നൊരു സംഭവം എന്ന് അറിയോ, നിങ്ങൾ ഏത് ഗ്രന്ഥത്തിൽ നോക്കിയാലും മന്ത്രങ്ങൾ മാത്രമല്ല, എന്താ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന മരുന്നും മന്ത്രങ്ങളും. അപ്പൊ നമുക്കിത് ശരിക്കും മന്ത്രങ്ങൾ മാത്രമാണോ? അല്ല, മരുന്നും മന്ത്രങ്ങളും അല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും ഇതിന്റെ ഉള്ളില് മെഡിസിനും കൂടിയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പ്രക്രിയ. അതിന്റെ തിയറി ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പേ ഈ കൂടോത്രം എന്ന് പറഞ്ഞാൽ ചേച്ചി വിശ്വസിക്കുമോ? ചെറുതായിട്ട്. എന്നാൽ അത് നല്ല രീതിയിൽ വിശ്വസിക്കാൻ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. പറഞ്ഞതാ. കൊറോണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും. കൊറോണ ഒരു ആളുണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരാൾ വിചാരിച്ചിട്ട് ഇത്രയാളെ മാസ്റ്റർ ടീച്ചർ നടത്തിക്കാൻ പറ്റുവാണെങ്കിൽ, ഇത്രയാളെ കടയടപ്പിക്കാൻ പറ്റുവാണെങ്കിൽ, ഇത്രയാളെ നമുക്ക് കൊല്ലാൻ പറ്റുവാണെങ്കിൽ, പണ്ടത്തെ ആൾക്കാർക്ക് ഒരു കുടുംബം നശിപ്പിക്കാൻ വലിയ പണിയായിരുന്നു. അല്ല, അപ്പോൾ പണ്ടത്തെ കൂടോത്തരാണ് ഇന്നത്തെ കൊറോണ. പണ്ടും ഇത് തന്നെയാണ് ചെയ്തിരുന്നേ. സംഭവം മനസ്സിലായോ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നിനോടൊന്ന് ചേരാൻ പറ്റാത്ത സാധനം മിസ് ചെയ്ത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിടും. വീട്ടിൽ കൊണ്ടുപോയിട്ട് ആര് ശ്വസിക്കും? നമുക്ക് ശ്വസിക്കും. നമുക്ക് ശ്വസിച്ച് കയറ്റുമ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭ്രാന്തി കൂടോത്രം എന്ന് പറഞ്ഞ സാധനം കേട്ടില്ലേ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ രോഗങ്ങൾ വാങ്ങി വരും. അപ്പോൾ ഈ രോഗം വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ എനർജി ശരീരത്തിൽ നിന്ന് പോക്കണം. ഈ എനർജി പോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മളിവിടെ പിടിക്കുന്ന ചെയ്യുന്ന സംഭവങ്ങൾ. ഒന്ന് ഇത് എഫക്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളതിന് ഒന്നാമത്തെ സംഭവങ്ങൾ കേട്ടില്ലേ. രണ്ടാമത്തെ സംഭവങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കേസായിട്ട്, നമ്മൾ പഞ്ചായത്ത് ഒരു ലേശം വേസ്റ്റ് ഇടരുത്. അവിടെ വേസ്റ്റ് ഇട്ടാൽ ശ്വസിച്ച് നമുക്ക് രോഗം വരും. ഇത് ഉള്ളു കുടിച്ചിട്ടാണോ? അല്ല. പ്ലാസ്റ്റിക് കത്തിക്കരുത് അല്ലേ? പ്ലാസ്റ്റിക് കത്തിച്ചാൽ നാളെ മറ്റന്നാൾ നമുക്ക് ക്യാൻസർ വരും അല്ലേ? ഇത് ഉള്ളു കുടിച്ചിട്ടാണോ? എങ്ങനെയാവുന്നത്? ശ്വസിക്കും. അപ്പൊ ശ്വസിച്ചാൽ കംപ്ലൈന്റ് വരും ഉറപ്പല്ലേ? അല്ലേ? ഈ ശ്വസിച്ചിട്ട് കംപ്ലൈന്റ് ഉണ്ടാക്കേണ്ട ടെക്നിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ല, അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് എന്തുവാ കോഴിത്തല, കരിമ്പൂച്ച ഇതിലൊക്കെ വെച്ച് കൂടോത്രം ചെയ്യും. ഇതില് ശരിക്കും എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ, കാരണം നമുക്ക് അറിയാത്തത് കുറെ ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാത്തതല്ല ഇല്ല എന്ന് പറയുന്ന ഒരു കാലാണിത് കേട്ടില്ലേ. കോഴി തലേ ചെയ്യാന്ന് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ല. കോഴിയുടെ മാംസത്ത് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ദോഷം വരാൻ വേണ്ടിയിട്ട് ഞാൻ 120 രൂപേന്റെ കോഴിയും മേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യാൻ നിൽക്കുമോ? തല ഫ്രീ ആയിട്ട് കിട്ടൂലേ അല്ലേ? തല ചെയ്യുമ്പോൾ വേറൊരു ഗുണവും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്താ സംഭവം എന്നറിയോ? നമുക്ക് മാംസങ്ങളാകുമ്പോൾ അതിൽ കീറിയിട്ട് കെട്ടിയിട്ടൊക്കെ ചെയ്യണം. പക്ഷേ ഈ കോഴി തലയാകുമ്പോൾ എന്താണെന്നറിയോ? നമ്മൾ ഇതിൻ്റെ വായ് തുറന്നിട്ട് വായിൻ്റെ അടുക്കിലോട്ട് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി. കേട്ടില്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന തിയറി എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവങ്ങൾ? കാരണം നമ്മൾ ഈ മെഡിസിനും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ സാധനങ്ങളും നമ്മൾ നിങ്ങൾ ഏത് മന്ത്രവിധികളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അരുത, പിന്നെ വല്ല പീനാറി എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ആയുർവേദ മെഡിസിനുകളാണ്. ഈ മെഡിസിനുകൾ നമ്മൾ മിസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇറച്ചി മാംസത്തിൽ കിട്ടുമ്പോൾ ഇതിന് കോഴിയുടെ മാംസം മതി, കോഴി തലയിലല്ല. തല നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കും, നിങ്ങളെ അവിടെ വെക്കും. ഇത് ആര് ശ്വസിക്കും? അവർ ശ്വസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഭ്രാന്തി ചെയ്ത് ഒന്ന്. രണ്ടാമത്തെ കേസിട്ട് ഇതിൻ്റെ ഉള്ള മൈൻഡ് വലിയൊരു ഘടകമാണ്. മെമ്മറി എന്ന് പറയുന്ന സാധനത്തിനോളം നമ്മൾ ശരിക്കും എന്താ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മെമ്മറിനെക്കാട്ടിയും അവർ വേറൊന്നും ഇല്ലയെന്ന് പറയുന്നത് ശരിക്കും. ചേച്ചി ഇപ്പം ഇത്ര നല്ല തടിയും കാര്യങ്ങളും ഈ ഒരു തടിയുണ്ട് അല്ലേ? ഞാൻ പറയുന്നൊരു സംഭവം നിങ്ങൾ കേട്ടോ അല്ലേ? ഇത്ര തടിയുണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ എന്തൊക്കെ വലിയ രോഗം ഉണ്ടെന്ന് വെച്ചോ, ഈ തടി ഇതുപോലെ തന്നെ നിൽക്കും അല്ലേ? നാളെ ടെസ്റ്റ് ആയിട്ട് രോഗം ഇന്നേതാണെന്നാണ് നിങ്ങൾ മെലിഞ്ഞു പോകും അല്ലേ? അപ്പൊ ശരിക്കും രോഗമാണോ മെലിക്കുന്ന മൈൻഡാണോ? മനസ്സ്. ഈ മൈൻഡ് ഭയങ്കര സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു കൂടോത്രം ചെയ്തെന്നുള്ള റിസൾട്ടും കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ ചെയ്തതിന്റെ ഡബിൾ ഫലവും കിട്ടും കിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും കൂടോത്രം ചെയ്യുന്നതിനും ഇത് നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം, എന്നാലേ നിങ്ങൾക്ക് ബേജാറാവും. അറിഞ്ഞിട്ടില്ലേ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു, നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, എന്തെങ്കിലും ആക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ലേ? ഇതിൽ വേറൊരു സംഭവങ്ങളും കൂടിയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ദൈവികപരമായ ഒരു സാധനം കൊണ്ട് നിങ്ങളൊരു ഇംഗ്ലീഷ് ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുപോയാൽ അവരതിന് മെഡിസിനെ നിങ്ങൾക്ക് തരും. നിങ്ങളൊരു തലവേദന പനിയെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയാൽ അവരെന്തെങ്കിലും ചരട് ചോദിച്ചു തരുമോ? അല്ലെങ്കിൽ ഇതേ അവർ തരൂ.
അല്ലേ? അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ഇത് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നത് നമ്മളാണ് ശരിക്കും പൊട്ടന്മാർ. നമ്മൾ തീരുമാനിക്കണം ഇന്ന ആളെടുത്ത് പോകുന്നത് ഇന്ന ആവശ്യത്തിനാണ്, അല്ലേ? അപ്പോൾ ശരിക്കും കൂടോത്രത്തിൻ്റെ ടെക്നിക്ക് ഉണ്ടോ? ഇതാണ് ശരിക്കും. ഇത് കൂടോത്രം ഫുഡ് വഴി കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൈവശം എന്ന് അത് രണ്ടും ഒന്നാണ്. അപ്പോൾ അല്ല, കൈവശം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉള്ളൊരു തിയറി അത് വേറെയുണ്ട്, കേട്ടില്ലേ? കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ തരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് വയറ്റ് പിടിക്കണ്ട എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലത് വയറ്റ് പിടിക്കില്ല. കാരണം ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്താണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ശരിക്കും ഒരു മെൻ്റലിസം ചെയ്യുന്ന ഒരാൾ, അല്ലേ? ഒരാളെ ഉറക്കി കിടത്തുന്നു, അല്ലെങ്കിൽ അതൊരു ആണിനെ ഒരു പെണ്ണാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അവൻ്റെ ലൈനാക്കി മാറ്റുന്നു. ഞാൻ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് അയാളായി മാറുന്നതാണോ അല്ലെങ്കിൽ അയാളെ മാറ്റുന്നതാണോ? എന്താ ശരിക്കും ഇതിൻ്റെ തിയറി? അത് ശരിക്കും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് ആര് ചെയ്യുന്നു കൺട്രോൾ? അവര്. അപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ സാധനം നിങ്ങൾക്ക് എന്താവില്ലേ, അല്ലേ? അത് ഞാനെന്താ എന്ന വ്യക്തി എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമെന്നില്ല, അല്ലേ? ചിലപ്പോൾ ഞാൻ ചെയ്താൽ നടക്കുമായിരിക്കും. കാരണം അതാണ് പണ്ടത്തെ ആൾക്കാർ വരുന്നത്, പ്രാർത്ഥന ചെയ്ത് മന്ത്രസിദ്ധി വരുത്തുക. എന്താ സിദ്ധി വരുത്തുക? പണ്ടത്തെ ആൾക്കാരെല്ലാം ചെയ്തിരുന്നത് എന്താണെന്ന് അറിയാം? വിശ്വാസപ്രകാരമായിരുന്നു. ഒരു മെഡിസിൻ കഴിച്ചിരുന്നത് പോലും ദൈവത്തിനെ വിളിച്ചും വിശ്വാസങ്ങളും കാര്യങ്ങളും പ്രകാരമായിരുന്നു, അല്ലേ? അപ്പോൾ ഇത് സംഭവങ്ങൾ തിയറി ഉണ്ടോ നിങ്ങൾ ശരിക്കും, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംഗതികൾക്കും ഇതുപോലുള്ള ഓരോ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതിന് അതൊരു വാക്കും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. അപ്പോൾ കൈവശത്തിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും, ഇപ്പം നമ്മളൊരു പഞ്ചസാര കഴിച്ചു, ഈ പഞ്ചസാര ഇന്ന് കഴിച്ച് നാളെ രാവിലെ അങ്ങ് പുറത്തു പോവുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ നാളെ മറ്റന്നാൾ ഷുഗർ വരുമോ? ഇല്ല. ഇനിയിപ്പോൾ നെയ്യിൻ്റെ അംശങ്ങൾ നിങ്ങൾ കഴിച്ചു, ഫുഡിൻ്റെ അകത്ത് നെയ്യിൻ്റെ അംശം കൂടുതൽ, അല്ലേ? ഈ നെയ്യ് നാളെ മറ്റന്നാൾ ഇപ്പം ഇന്ന് കഴിച്ച് നിങ്ങൾ നാളെ ബാത്റൂം പോകുമ്പോൾ അങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മറ്റന്നാൾ കൊളസ്ട്രോൾ വരുമോ? ഇല്ല, വരില്ല. അപ്പോൾ ഇതെല്ലാം ശരീരം ആര് പിടിച്ചു വെക്കുന്നുണ്ട്? ശരീരം നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും പിടിച്ചു വെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു സ്ഥലത്ത് പോയിട്ട് അടിഞ്ഞിട്ട് അവിടെ ഒരു മോശമായപ്പെട്ട സാധനം ഉണ്ടാവും. അതാണ് നമ്മൾ ഇന്ന് പറയുന്ന പല രോഗങ്ങളിലേക്ക് മാറുന്ന ഒരു സംഭവങ്ങൾ. ഇതുപോലെ തന്നെയാണ്, ഇത് തന്നെയാണ് കൈവശം എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മെഡിസിൻ കൊടുത്തും ഛർദ്ദിപ്പിക്കുന്നതും, കേട്ടില്ലേ? ഓരോ പല രീതിയിലായിട്ട് ആക്കിയിട്ട് ഇതിനെ നഷ്ടപ്പെടുത്തുക. ഇത് നമ്മളെ ശരീരത്തിന് പോക്കിക്കളയാം. ഇത് പോകുമ്പോൾ നമുക്ക് എന്താവും? ഒരാശ്വാസം കിട്ടും, അല്ലേ? എൻ്റെ മോനെ വയറ്റിലെ പോയാലെന്തോ ഒരു സുഖം. എങ്ങനെ സുഖം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ കൈവശം എന്ന് പറയുന്ന സാധനങ്ങളും ഇത് തന്നെയാണ് സംഗതി, കേട്ടില്ലേ? അത് നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും, കേട്ടോ. ഇത് കൂടാതെ കണ്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിനും ഉണ്ട് പല സംഗതികളിലും. ഓരോ സാധനങ്ങൾ ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്തു പരിഹാരങ്ങൾ ഞാൻ തുടർന്ന മേഖലകളില്ല, എല്ലാ മേഖലകളും കൈവെക്കുന്ന ഒരാളാണ്. അപ്പോൾ പല ആൾക്കാരെയും പല സംഗതികളായിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഞാൻ പല ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം ഇതുപോലെ തന്നെയല്ലേ തകിട്, ഏലസ് എന്നൊക്കെ പറയുന്നത്, ഇത്തരത്തിലുള്ളതിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെയും പോസിബിൾ ആണോ? ശരിക്കും നമ്മൾ ഈ ഏലസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പണ്ടത്തെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന ഏലസുകൾ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സാധനം കൂടുതൽ എഫക്റ്റ് വരാൻ സാധ്യത വളരെ കുറവാണത്. അതിൻ്റെ ഉള്ള ഒരു സംഗതികൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ആൽമരം, അല്ലേ? ആൽമരം അറിയാലോ, അമ്പലത്തിനടുത്ത്. നമ്മൾ എത്ര ചൂടുള്ള സമയത്ത് ഈ ആൽമരത്തിൻ്റെ ചുവട്ട് പോയി നിൽക്കുമ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടാവും, അല്ലേ? അവിടെ നടക്കുന്ന പ്രക്രിയ എന്താ ശരിക്കും അറിയോ? ഇല്ല, ഓക്സിജൻ അത്രേ അറിയുള്ളൂ, അല്ലേ? അതേ അറിയുള്ളൂ. ഈ ആൽമരത്തിൻ്റെ തൊട്ടിൽ നടക്കുന്ന പ്രക്രിയ ഓസോൺ ലെയർ എന്ന് പറഞ്ഞ ശുദ്ധവായുവാണ്, കേട്ടില്ലേ? അപ്പോൾ നമ്മൾ ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ഈ ആൽമരത്തിനുണ്ട് അത്രേ. എന്താ ഈ അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മി അറിയോ? ഇല്ല, അറിയാം. അങ്ങനെ അറിയാം. നമ്മൾ പറയുന്നത് സൂര്യനാണെ ഇന്ന് നോക്കരുത്, ചന്ദ്രനാണെ ഇന്ന് നോക്കരുത്, അല്ലേ? ആ സമയത്ത് ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന രശ്മികൾ വിഷാംശമില്ലതാണ്. ഇതിനൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന കഴിവേനുണ്ട് ആൽമരത്തിന്. ആൽമരത്തിനോട് നടക്കുന്ന പ്രക്രിയ ഓസോൺ ലെയർ എന്ന് പറഞ്ഞ ശുദ്ധവായു, അല്ലേ? അപ്പോൾ നമ്മൾ ഈ തകിട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? തകിടിൻ്റെ അകത്ത് ചെമ്പ് തകിട്, മൈലോഷിക എന്ന് പറഞ്ഞ മരുന്ന്, പിന്നെ ഞാൻ മെഡിസിൻ ബാക്കി ഞാൻ പറയുന്നില്ല, ഒന്നും വിചാരിക്കരുത്. ഈ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരു 4-5 മെഡിസിൻ മിസ് ചെയ്യും. ഇത് മിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഏലസിലാക്കിയിട്ട് നിങ്ങൾക്ക് തരും. ഇത് നിങ്ങൾ കെട്ടിയാൽ എവിടെ കെട്ടും? കഴുത്ത് കെട്ടും, കയ്യിൽ കെട്ടും. നമ്മളെ ശരീരത്തിൽ കെട്ടി ഇതാര് ശ്വസിക്കൂ? അപ്പോൾ നമുക്കൊന്നും തട്ടുവോ? ഇവിടെ നടക്കുന്ന എന്താ? ഓസോൺ ലെയർ എന്ന് പറഞ്ഞ ശുദ്ധവായുവാണ്, അല്ലേ? നമുക്കൊരാൾക്കൊരു ദോഷം വരിക എന്ന് പറയുന്നത് എന്താ ശരിക്കും? മോശമായ അണുക്കൾ നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കാനുള്ള ടെക്നിക്കാണ്.
ശരിക്കും കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ ആൾക്കാർ വർക്ക് ചെയ്തിട്ട് ഗുണം കിട്ടാത്തതിൻ്റെ കാര്യങ്ങൾ ഈ മെഡിസിനും ചേർക്കുന്നില്ല. എല്ലാ ആൾക്കാരും തകിടിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പൂജയും ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്നു. അപ്പം മുമ്പത്തെ എഫക്റ്റ് കിട്ടാതെ എന്തുകൊണ്ടാണ് കേട്ടില്ലേ. അപ്പോൾ ഞാനത് മെഡിസിൻ പറയാതെ എന്താ പറഞ്ഞാൽ പല ആൾക്കാരും അത് ചെയ്താൽ അത് നമ്മൾ സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു കേസ് കിട്ടും. എന്തായാലും ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. എന്തായാലും അല്ല, നമ്മളിപ്പോൾ വേറെ ഒരു സംഭവങ്ങളുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ഉറുക്കാക്കി തരുമോ എന്ന് ചോദിച്ച് ഞാനൊരു തകിട് ഏലസ് ആക്കി തരുവാണെങ്കിൽ ഞാനൊരിക്കലും മോശമാക്കിയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് പോയില്ലേ. അപ്പോൾ ഏലസിലാരും അങ്ങനെ മോശമാക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് വേറെ ഞാൻ നേരത്തെ പറഞ്ഞ വഴിയാണ്. അല്ല, അത് പറഞ്ഞത് ഈ ഒരു മന്ത്രവിദ്യ എല്ലാത്തിനെയും ആയുർവേദം ആയാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാം. അതിലൊരു സംഭവം ഉണ്ട്, വയറിളകാനും മെഡിസിൻ ഉണ്ട്, വയറിളക്കം നിർത്താനും ഉണ്ട് അല്ലേ. അപ്പൊ കമ്പനി രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആളുകളെല്ലാം ഇത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കട്ടെ. അതെ, താങ്ക് യു. സ്വാമി ജഗദീഷുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ ജഗദീഷുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.